ഞാൻ കുട്ടിയാണ്. എന്റെ ശരീരം എന്റെ മാത്രമാണ്. കുഞ്ഞായിരിക്കുമ്പോ നമ്മളെ അച്ഛനമ്മമാരും ബന്ധുക്കളുമൊക്കെ ഓമനിക്കുകയും കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. പരസ്പരം സ്നേഹിക്കാനുള്ള ശീലം ഇങ്ങനെയാണ് നമ്മളിൽ വളർന്നു വരുന്നത്. എന്നാൽ ഇത്തരം സ്നേഹസ്പർശങ്ങൾ ആർക്കൊക്കെ ചെയ്യാമെന്ന കാര്യം നമ്മൾ ചെറുപ്രായത്തിൽ തന്നെ അറിഞ്ഞിരിക്കണം. നമ്മുടെ ശരീരത്തിൽ സ്വകാര്യമായി സൂക്ഷിക്കേണ്ട ചില ശരീരഭാഗങ്ങളുണ്ട്. ഇത്തരം സ്വകാര്യ ഭാഗങ്ങളിൽ മറ്റുള്ളവർ നോക്കുന്നതോ സ്പർശിക്കുന്നതോ അവയെക്കുറിച്ച് സംസാരിക്കുന്നതോ സുരക്ഷിതമല്ല. അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ എന്നിവരെ പോലെ നമുക്ക് നിരന്തര അടുപ്പമില്ലാത്ത ചിലരോടും സ്വകാര്യ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയേണ്ടി വന്നേക്കാം. ആരോഗ്യ പ്രശ്നങ്ങൾ പോലെ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിലും മറ്റും നമ്മുടെ രക്ഷിതാക്കളോ കൂടപ്പിറപ്പോ നമ്മുടെ ശരീരം ശുചിയാക്കാനൊക്കെ സഹായിക്കുന്നത് സാധാരണമാണ്. ഇക്കാര്യത്തിൽ നമുക്ക് മടിയോ പേടിയോ വേണ്ട. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ ഡോക്ടർ നമ്മുടെ സ്വകാര്യ ഭാഗങ്ങളെക്കുറിച്ച് ചോദിക്കുകയോ അവിടെ നോക്കുകയോ സ്പർശിക്കുകയോ ചെയ്തേക്കാം. ഇഞ്ചക്ഷൻ വെക്കുവാനോ മറ്റു പരിശോധനകൾക്കോ നഴ്സുമാരോ മറ്റോ അങ്ങനെ ചെയ്തേക്കാം. ഇത്തരം സാഹചര്യത്തിൽ നമ്മുടെ കൂടെ വന്നിട്ടുള്ള മുതിർന്നവരെ നമുക്ക് ഒപ്പം നിർത്താം. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമമാണ് പോക്സോ നിയമം 2012, അഥവാ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. 18 വയസ്സിൽ താഴെയുള്ള ഏതൊരാളെയും കുട്ടിയായിട്ടാണ് നിയമം പരിഗണിക്കുന്നത്. പോക്സോ നിയമപ്രകാരം എന്തൊക്കെയാണ് കുറ്റകൃത്യങ്ങളായി കണക്കാക്കുകയെന്ന് നോക്കാം. ലൈംഗിക ഉദ്ദേശത്തോടെയുള്ള സംഭാഷണം, ആംഗ്യം കാണിക്കൽ, നഗ്നതാ പ്രദർശനം, സ്പർശനം ഇവയെല്ലാം കുറ്റകരമാണ്. കുട്ടികളെ അശ്ലീല ചിത്രങ്ങൾ കാണിക്കുക, കുട്ടികളെ ഉൾപ്പെടുത്തി അശ്ലീല ചിത്രങ്ങൾ നിർമ്മിക്കുക, സൂക്ഷിക്കുക, പ്രചാരണം നടത്തുക ഇവയും കുറ്റകരമാണ്. ലൈംഗിക അവയവമോ മറ്റു വസ്തുക്കളോ കുട്ടിയുടെ ശരീരത്തിൽ പ്രവേശിപ്പിക്കുന്നതും കുട്ടികളോട് ഇക്കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെടുന്നതും കുറ്റമാണ്. 12 വയസ്സിന് താഴെയുള്ള കുട്ടികളോടുള്ള ലൈംഗികാതിക്രമം, മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളോടുള്ള ലൈംഗികാതിക്രമം, കൂട്ടബലാത്സംഗം, സ്വന്തം രക്ഷിതാക്കളോ ബന്ധുക്കളോ കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണ്. ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷ വരെ ലഭിക്കാം. പെൺകുട്ടികൾക്ക് കിട്ടുന്ന സംരക്ഷണവും നിയമപരിരക്ഷയും പോക്സോ നിയമപ്രകാരം ആൺകുട്ടികൾക്കും ലഭിക്കുമോ എന്ന സംശയം ചിലർക്കെങ്കിലും ഉണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെ സുരക്ഷ ഉറപ്പു നൽകുന്നുണ്ട് ഈ നിയമം. ഒരു പുരുഷൻ ആൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചാലോ ഒരു സ്ത്രീ പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചാലോ പോക്സോ നിയമപ്രകാരം കുറ്റകൃത്യമാണ്. കുട്ടികൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗികാതിക്രമ പരാതി ഉണ്ടായാൽ